നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൊളമാക്കിയല്ലോ മീര. പോലീസ് എന്നെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നതിന് മുമ്പ് നിന്നെ ഒരിക്കൽ കൂടി അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയാ ഞാനിപ്പോ വന്നത്. പോലീസ് ഇങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ ശരിക്കൊന്ന് കാണട്ടെ. പോലീസല്ല, നിന്റെ തന്ത എന്നെ കൊണ്ടുവന്നിരിക്കുന്നേ. നീ എന്താടി കരുതിയേ? ഫ്രണ്ടിന് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് ജാക്കിയും ഫ്രണ്ട്സിനെയും ആപ്പിലാക്കി കളയാന്നോ? അതിന് നീ വേറെ ജനിക്കണം. ഇങ്ങോട്ട് വാടി. നീ അതിബുദ്ധി കാണിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഇവിടെ പോയിന്റ് വന്നിരിക്കുക. പക്ഷെ പൊന്നുമോളെ, വാറച്ചട്ടിയിൽ നിന്ന് എരുതിയിലേക്കെന്ന് നീ കേട്ടിട്ടില്ലേ? അതാ ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നേ. ഇതൊരു വീടാ, പക്ഷേ നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത് ജയിൽ പോലുള്ള ഒരിടത്തേക്കാ. കാറ്റും വെളിച്ചം ഉണ്ടാവില്ല. തിന്നാനും കുടിക്കാനും വല്ലതും കിട്ടിയാ കിട്ടി. അവിടെ കടന്ന് നിങ്ങൾ നരകിക്കും. ഇവരെ എല്ലാരെയും വിട്ടയച്ചാലും നിന്നെ ഞാൻ വിട്ടയക്കില്ല. അത് നിന്റെ ഈ തൊഴിലുറപ്പ് കണ്ട് മോഹാലസ്യപ്പെട്ടതുകൊണ്ടൊന്നുമല്ല. ഞങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നോക്കിയവളാ നീ. അതിനുള്ള ശിക്ഷ നിന്നെ കൊണ്ട് അനുഭവിപ്പിക്കണം. ഇനി ഈ നിമിഷം മുതൽ നിന്റെ ജീവിതം നരകതുല്യമായിരിക്കും. നരകതുല്യം. ആ വണ്ടി ഈ വീട്ടിലേക്കാ പോയിരിക്കുന്നത്. പെയിന്റ് കണ്ടില്ലേ? വാ പോയി നോക്കാം. ഈ വണ്ടിയിലാ അയാൾ അവളെ കേറ്റിക്കൊണ്ട് പോയത്. നമ്മള് ശരിയായ സ്ഥലത്ത് തന്നെ എത്തിയത്. അവള് ഇതിനകത്തുണ്ട്. വാ പാറു. എന്താ സൗസു, പേടിയുണ്ടോ? അവളെ തട്ടിക്കൊണ്ടുപോയതാണെങ്കിൽ അയാളൊരു ക്രിമിനൽ ആയിരിക്കും. കൂടെ വേറെ ആൾക്കാരുണ്ടാവും. അവരുടെ മുന്നിലേക്ക് നമ്മള് 3 പെൺകുട്ടികളെ കയറി ചെല്ലുക എന്ന് പറഞ്ഞാ. ഓട്ടോയിൽ വരുമ്പോ നീ വലിയ ഡയലോഗ് അടിച്ചിരുന്നല്ലോ, ഫൈറ്റ് ചെയ്യും തോൽപ്പിക്കുന്നൊക്കെ. അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല പേടിയുണ്ട്. ആ പെൺകുട്ടിയും അപകടത്തിലല്ലേ സൗസു? അതറിഞ്ഞുകൊണ്ട് തിരിച്ചു പോവാന്ന് പറഞ്ഞോ? സൗസ് പറഞ്ഞതിലും കാര്യമുണ്ട് പാറു. അവരെത്ര പേരുണ്ടെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അറിഞ്ഞുകൊണ്ട് അപകടത്തിൽ ചെന്ന് ചാടിക്കൊടുക്കുന്നത് വിവരക്കേടാ. കുറച്ചു സമയം നമുക്ക് എവിടെയെങ്കിലും മറങ്ങി നിന്നോട് ശ്രദ്ധിക്കാം. വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് മനസ്സിലായി മാത്രം മുന്നോട്ട് പോ. കുഴപ്പം പിടിച്ച സ്ഥലമാണെങ്കിൽ പ്രിയനെയോ മോഹനെയോ കൈലാഷ് സാറിനെയോ ആരെങ്കിലുമൊക്കെ വിളിച്ചു വരുത്താം. കുറച്ചു ദൂരം മെയിൻ റോഡിലൂടെ നിങ്ങളെ കൊണ്ടുപോവാ. വണ്ടി കിടന്ന് ബഹളം വെച്ച ആൾക്കാരെ വിളിച്ചൂട്ടി രക്ഷപ്പെടാമെന്ന ചിന്ത മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. നിങ്ങൾ അതിബുദ്ധി കാണിച്ച നിങ്ങളുടെ എല്ലാവരുടെയും പലതരത്തിലുള്ള ഫോട്ടോസ് ലോകം മുഴുവൻ പറന്നു കിടക്കും. എന്തായി, എല്ലാം പാക്ക് ചെയ്തോ? ആ, ഇവരെയും കൊണ്ട് ഞാൻ ആദ്യം പോവും. വേണുവിനോട് വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പുറകെ വന്നാൽ മതി. ഇവരെ വണ്ടിയിൽ കയറ്റുമ്പോ നിങ്ങളിവിടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഓടിക്കളയും. എല്ലാവരും മിടുക്കികളാ, പ്രത്യേകിച്ച് ദാ ഇവൾ. ഇവളുടെ മിടുക്ക് ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. അവിടെ എത്തട്ടെ. ആ, നീ വണ്ടി റെഡിയാക്കി. ശരി. എല്ലാവരുടെയും കാലിലെ കെട്ടഴിച്ചിട്ട് കൈയടിക്കോ. കൈകടി.
டேய்